സർ, ദാ നിങ്ങളുടെ നാരങ്ങ വെള്ളം. നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ പുതിയൊരു കഥയോടൊപ്പം. നീ എന്തെടുക്ക? ചില കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. എന്തിനെ കുറിച്ചായിരുന്നു? അതായത്, നീ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോവില്ലല്ലോ അല്ലേ? നിന്നെ എങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റും? ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ബേബി. നിനക്ക് എപ്പോ നോക്കിയാലും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ? ഏയ് അല്ലല്ല, അങ്ങനല്ല. അല്ലാതെന്താ? ശരി, എന്നാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഹാപ്പി അല്ലേ? അയ്യോ, ദേഷ്യമാണോ എന്നോട്? ഏയ് ഇല്ല. എനിക്കങ്ങനെയാ തോന്നുന്നേ. എങ്ങനെ അറിയാം? ഈ മോന്ത കണ്ടറിയില്ലേ? എന്നാ യെസ് പറ. രാഹുലും അനുഷ്കയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ പ്രണയിക്കുന്നതൊരു കുറ്റമൊന്നുമല്ലല്ലോ. ആ ഭഗവാൻ പോലും ഈ സമൂഹം സ്നേഹത്തോടെയല്ലേ ഉണ്ടാക്കിയത്. പക്ഷെ ഒരാൾ സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നത് ചിലർക്കൊന്നും അത്ര ഇഷ്ടമായെന്ന് വരില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കും. അവിടെയാണ് കുറ്റങ്ങൾ ഉടലെടുക്കുന്നത്. വരൂ, നമുക്ക് കാണാം ഇന്നത്തെ കഥയിൽ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്. കുറ്റം ചെയ്യാൻ വഴിയൊരുക്കുന്ന പോലെ. നീയോ? അതെ, ഞാൻ അവസാനം നിന്റെ വീട് കണ്ടുപിടിച്ചു. എത്ര നാൾ എൻ്റെ അടുത്ത് നിന്ന് ഓടും? ഞാൻ ഓടി ഒളിച്ചതൊന്നുമല്ല. ഞാൻ അത് ഈ പെണ്ണുങ്ങളുടെ ഒരു മണം. എവിടെ നിന്റെ കെട്ടിയോൻ? അത് നന്നായി അയാളിവിടെ ഇല്ല. അയാളുടെ കുറവ് ഞാൻ തീർത്തു തരില്ലേ? വേണ്ട, ഈ തെറ്റ് കാണിച്ചു കൂട്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തതൊന്നും ഞാൻ ചെയ്യും. സ്നേഹം കൊണ്ട് പറയുക, മനസ്സിലാക്കിക്കോ. അല്ലെങ്കിൽ മനസ്സിലായോ? മനസ്സിലായോ? അനുഷ്ക, നിക്കവിടെ. നീ എവിടെയായിരുന്നു? ഒരു ചെറിയ ജോലിക്ക് വേണ്ടി പോയതാ. ട്രെയിന് മിസ്സായി പോയി. ഉടനെ തന്നെ അടുത്ത ട്രെയിൻ പിടിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്തുപറ്റി? നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അത് അവൻ എന്നെ കണ്ടുപിടിച്ചു. ആര്? അവൻ തന്നെ, വീരേന്ദ്ര. ഇന്നവൻ വീട്ടിൽ കയറി വന്നു. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഈ തെറ്റ് കാണിച്ചു കൂട്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തതൊന്നും ഞാൻ ചെയ്യും. സ്നേഹം കൊണ്ട് പറയുക, മനസ്സിലാക്കിക്കോ. അല്ലെങ്കിൽ മനസ്സിലായോ? മനസ്സിലായോ? ഈ വീരേന്ദ്രൻ ഞാനിന്ന്
അവനെ എന്തെങ്കിലും ചെയ്യണം. അവനൊരു പാഠം പഠിപ്പിക്കണം. ഇപ്പൊ അതിനുള്ള സമയം വന്നു. അവനൊരു പാഠം പഠിപ്പിക്കാൻ. പ്ലീസ് എന്തെങ്കിലും ചെയ്യ്. എനിക്ക് വല്ലാതെ പേടിയാവുക. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ആരാണ് ഈ വീരേന്ദ്ര? അവൻ അനുഷ്കയുടെ ജീവിതത്തിൽ എന്താണ് കാര്യം? അവൻ എന്തിനാണ് അനുഷ്കയെ ഭീഷണിപ്പെടുത്തുന്നത്? വീരേന്ദ്രയും അനുഷ്കയും തമ്മിൽ ആരും അറിയാത്ത പഴയ വല്ല ബന്ധമുണ്ടായിരുന്നോ? അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണോ? അതോ മറ്റു വല്ല കഥയുമുണ്ടോ? രാഹുൽ അവന്റെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്? രാഹുൽ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്? അവൻ അനുഷ്കയെ വീരേന്ദ്രയുടെ പിടിയിൽ നിന്നും എങ്ങനെ രക്ഷിക്കും? ഈ കഥ നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. വരൂ, നമുക്ക് കാണാം. സർ, ദാ നിങ്ങളുടെ നാരങ്ങ വെള്ളം. താങ്ക് യു. ഒന്നിങ്ങോട്ട് വന്നേ. സർ, എന്തായി കാണിക്കുന്നത്? പ്ലീസ് എന്റെ കയ്യിൽ നിന്ന് വിട്. അല്ല, നീ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നേ? ജോലിയിൽ പുതിയതല്ലേ? അപ്പം നിനക്ക് ഇതുപോലും അറിയില്ലേ ബോസിനെ ഇംപ്രസ് എങ്ങനെ ചെയ്യണ്ടെന്ന്? സർ, ഞാൻ നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റന്റാ. നിങ്ങളുടെ വർക്ക് ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്റെ ജോലി. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ഇപ്പൊ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നീ എന്നെ ഇതൊന്ന് കുടിപ്പിച്ചുകൂടെ? എന്നിട്ട് നീ നോക്ക് ഞാൻ എങ്ങനെ നിന്റെ മഹാറാണിയെ പോലെ കരുതുന്നു. ഇരിക്കാൻ. എവിടെ ഇരിക്കും? ഇവിടെ ആകെ ഒരു ചെയറല്ലേ ഉള്ളൂ. ഇവിടെ ഇരിക്കടി. അതെന്താന്ന് വെച്ചാലേ ശരീരത്തിന് നല്ല ചൂട് കയറിയിരിക്കുക. ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ. എന്നിട്ടും അങ്ങോട്ട് തണുക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാലേ എൻ്റെ ജോലി സ്ഥലം വാങ്ങിക്കുക വിൽക്കുക എന്നുള്ളതൊക്കെയാ. പിന്നെ എനിക്ക് ഏതെങ്കിലും പ്രിയപ്പെട്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടാലേ അത് ഞാൻ അങ്ങോട്ട് പിടിച്ചെടുക്കാൻ നോക്കും. ഭാഗത്ത് പ്ലീസ് സർ, പ്ലീസ്. ഞാൻ കംഫർട്ടബിൾ അല്ല. സർ, എന്താ സർ? ഒരു മിനിറ്റ്. ഈ സുമിത്ര പാലസ് കേസിനെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനെപ്പറ്റിയുള്ള ഫയൽസ് എല്ലാം ഉടനെ എൻ്റെ ടേബിളിൽ വരണം. സർ, അത് ഞാൻ വേണേ കൊണ്ടുതരാം. സാറേ, ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. 30 കിലോമീറ്റർ ദൂരെ നഗരത്തിന്റെ പുറത്തായിട്ട് ഒരു പ്ലോട്ടിൽ അനാഥ ശവം കണ്ടുകിട്ടി. എന്ത്? ഡെഡ് ബോഡിന്റെ ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തേക്കും? അത് പോസിബിൾ അല്ല സർ. എന്തു പറ്റി? അതിലെന്താ പ്രശ്നം? സർ, ബോഡിയുടെ ഫേസും ശരീരവും ഒക്കെ അഴുകിപ്പോയിരിക്കുക. പക്ഷെ അതിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബാങ്കിന്റെ റെസീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാ അത്രയും വികൃതമായ രീതിയിലാണോ ആ കൊലയാളി അയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്? പക്ഷെ സർ, ഡോക്ടർ പറയുന്നത് ഈ ബോഡി 1.5 വർഷം പഴയതാണെന്നാ. ഒരു കാര്യം ചെയ്യ്, ബോഡിയെ ഫോറൻസിക് ലാബിലേക്ക്. അപ്പോൾ അറിയാം ആരുടെ ബോഡിയാന്ന്. സർ, പിന്നെ ലാൻഡ് ആരതാ? അത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു ചവറ് പറക്കി ജോലി ചെയ്യായിരുന്നു. മണ്ണ് കുറച്ച് മാന്തി നോക്കിയപ്പോഴേ അറിഞ്ഞ് അവിടെ ഒരു ബോഡി കിടപ്പുണ്ടെന്നുള്ള കാര്യം. പിന്നെ അയാളാണ് അവിടുത്തെ പോലീസിനെ ഇൻഫോം ചെയ്തത്. വേഗം ലാബ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ആരുടെ ബോഡിയാന്ന്. സർ, ആരുടേതായിരുന്നു ആ ശവശരീരം? യാദൃശികമായി കഥയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നു. ആരെന്നറിയാത്ത ഒരു ശവശരീരം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ശവശരീരവും ഇപ്പൊ നടക്കുന്ന ഈ കഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന ഒരു വലിയ ട്വിസ്റ്റാണിത്. രാഹുൽ വീരേന്ദ്രയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുമോ? ഈ ശവശരീരം വീരേന്ദ്രയുടേതാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ ഉയരുകയാണ്. നിങ്ങളുടെ മനസ്സിലും ഇതേ ചോദ്യമുണ്ടാവാം. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? വരൂ, തുടർന്ന് കാണാം.
ഫോണെന്താ കിട്ടാത്തെ? എനിക്കെന്തോ പേടിയാവുന്നു. വന്നോ നീ? സർ എന്തായി കാണിക്കുന്നത്? എന്നുള്ള നിങ്ങളുടെ ഈ പെരുമാറ്റം എനിക്ക് ഇഷ്ടാവുന്നില്ല. പൈസയും തരുന്നില്ല നിനക്ക്. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല സർ. നിന്റെ ബോയ് ഫ്രണ്ട് നിന്റെ കൂടെ നേരത്തെ ചെയ്യുമ്പോ അപ്പം നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. മറന്നുപോയോ നീ? അന്നും നീ കരഞ്ഞു വിളിച്ചോണ്ട് എന്റെ അടുത്ത് വന്നില്ലേ? അവന്റെ അടുത്ത് നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞ്. അന്നും നീ കരയാനുണ്ടായിരുന്നു, ഇന്നും നീ കരഞ്ഞോണ്ടിരിക്കുക. എനിക്ക് വേദനിക്കണു, എന്നെ വിട്. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് നല്ല സുഖ. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും സർ? ഒരാണെന്നുള്ള ഉറപ്പ് കിട്ടുന്നു. എനിക്ക് എല്ലാ പെണ്ണിനെയും ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നത് പോലെ കാണണം. എന്റെ ആത്മാവിന് സുഖം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നരകത്തിൽ പോലും സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഈ സ്വർഗമൊന്ന് അനുഭവിച്ചോട്ടെ. എന്തൊരു മനുഷ്യനാണ് ഈ വീരേന്ദ്ര! ഇതുപോലത്തെ രാക്ഷസന്മാർക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടോ? കാശിന്റെയും മദ്യത്തിന്റെയും അഹങ്കാരം, ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഈ സ്വഭാവം, ഈ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാണോ പുരുഷത്വം? ഇവരൊന്നും പുരുഷന്മാരല്ല, മറിച്ച് വെറും നപുംസകങ്ങൾ മാത്രമാണ്. ആരും അറിയാതെ ഇവർ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഫാമിൽ കിട്ടിയ ശവശരീരം സിദ്ധിയുടെ ബോയ്ഫ്രണ്ടിന്റേതാണോ? ഈ കൊലപാതകത്തിന് പിന്നിൽ വീരേന്ദ്രയുടെ കൈയുണ്ടോ? സർ, വളരെ ബുദ്ധിമുട്ടിയാണ് ശവം തിരിച്ചറിയാൻ പറ്റിയത്. ഈ അനാഥ ശവം ജയശർമ്മയുടെയാ. ജയശർമ്മയോ? അയാളെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയോ? ബാങ്ക് സ്ലിപ്പിന്റെ സഹായത്തോടെ പഴയ റെക്കോർഡ്സ് ഒക്കെ നോക്കി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അതായത് ഏതോ മിസ്റ്റർ വീരേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് ജയശർമ്മ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു എന്ന്. പിന്നെ ഒരു കാര്യം സർ, ആ ഫാം ഹൗസ് ഒരു വിവാദത്തിലാ. കോടതിയിൽ ഇപ്പോഴും അതിന്റെ കേസ് നടക്കുന്നുണ്ട്. എന്ത് വിവാദോ? ആർക്കിടയില പ്രശ്നം? സർ, നാട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് വീരേന്ദ്രന്റെ പേര് പുറത്തു വന്നത്. പിന്നെ മറ്റേ പാർട്ടി ആരാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ എന്തിനാ ഇത്രയും സമയം എടുക്കുന്നത്? സർ, ഈ കേസ് കുറച്ച് വളഞ്ഞതായതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇതിനെ പറ്റിയ തെളിവുകളുമില്ല. ഈ വീരേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? സാറേ, ഈ വീരേന്ദ്രൻ റിയൽ എസ്റ്റേറ്റിന്റെ ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം കുറച്ച് ലാൻഡ് ഗ്രാബിങ്ങും ഉണ്ട്. അപ്പൊ അവനാണെങ്കിൽ ഒരു അബ്കാരിയാ. ആ വീരേന്ദ്രനെ പോക്ക്. സർ, പോലീസിന്റെ കയ്യിൽ കിട്ടിയ തിരിച്ചറിയാൻ പറ്റാത്ത ശവശരീരം അതൊരു ജയശർമ്മയുടേതായിരുന്നു. പോലീസ് പല വഴികളിലൂടെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശവശരീരം തിരിച്ചറിഞ്ഞു. പക്ഷേ കൊലയാളി ആരാണെന്നും കൊലയ്ക്കുള്ള കാരണമെന്താണെന്നും കണ്ടെത്തണമായിരുന്നു. വീരേന്ദ്രയുടെ പറമ്പിൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡിൽ ഒരു ശവശരീരം കണ്ടുകിട്ടുക, ഇതെന്തൊക്കെ സംശയങ്ങളാണ് ഉളവാക്കുന്നത്? ശവശരീരം വീരേന്ദ്രയുടെ ആരും അറിയാത്ത വല്ല ശത്രുക്കളുടേതുമാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊരാളുണ്ടോ? വീരേന്ദ്ര തന്നെ ആയിരിക്കും ആ വ്യക്തിയെ കൊലപ്പെടുത്തിയത്. വരൂ, നമുക്ക് കാണാം.
അയ്യയ്യേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്തോ പ്രേതത്തിനെ കണ്ട പോലെ. നീ എന്താ ഇങ്ങനെ കള്ളന്മാരെ പോലെ കേറി വരുന്നത്? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞ് വന്നതാ, മനസ്സിലായോ? അതൊക്കെ പോട്ടെ, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? നിന്റെ ഫോൺ പോലും കിട്ടുന്നില്ല. എങ്ങനെ നിന്നെ കോണ്ടാക്ട് ചെയ്യാനാ? സത്യം പറ രാഹുൽ, നീ എന്നെ ചതിക്കൊന്നും അല്ലല്ലോ? നോക്ക്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടിക്കളയും. ഓൾറെഡി ഞാൻ ഇത്രയും നാളായിട്ട് നിന്നെ മിസ് ചെയ്യായിരുന്നു. ഇപ്പൊ നീ എന്നെ കൊല്ലൂന്ന് പറയാ. എടോ, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അവിടെ എനിക്ക് നെറ്റ്വർക്ക് കിട്ടിയില്ല മോളെ. വിട്, ഞാൻ നിന്നോട് മിണ്ടാൻ പോകുന്നില്ല. ഇപ്പോ എന്റെ നെറ്റ്വർക്ക് നിന്റെ കവറേജിലാ. ഇനിയും എന്തിനാ ദേഷ്യപ്പെടുന്നത്? പിന്നെ വീരേന്ദർ സാർ, എന്തൊക്കെയുണ്ട് കാര്യങ്ങള്? കുറെ ഇടപാടുകൾ നടത്തുന്നുണ്ടല്ലോ. ഡോ ഇൻസ്പെക്ടർ, തനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആരാന്ന്? ഒരൊറ്റ ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ നിന്റെ തൊപ്പി തെറിക്കാൻ. പിന്നെ നീ സല്യൂട്ട് അടിച്ചോണ്ട് നടക്കും, അറിയോ? എനിക്ക് തോന്നുന്നു ഇവൻ വെള്ളം അടിച്ചിരിക്കുകയാണെന്നാ. നല്ല മണമുണ്ട്. ഇതിവൻ വെള്ളം അടിച്ചോണ്ടല്ലേ, കാശിന്റെ അഹങ്കാരം അവന്. വായിൽ കീടാനുക്കളുണ്ടെങ്കില് ഒരു വൃത്തികെട്ട നാറ്റം വരില്ലേ? ആ നാറ്റം അവന്റെ വായിന്ന് വരുന്നേ. എനിക്ക് തോന്നുന്നു ഇവനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നാ. എന്നാ തുടങ്ങിക്കോ. ഫോൺ വിളിക്കോ? നീ വിളിക്കടാ. തൊപ്പി തെറിപ്പിക്കോ? തെറിപ്പിക്കടാ. ഇല്ല സർ, ഞാൻ വെറുതെ എനിക്ക് തെറ്റുപറ്റിയത് സാറേ. സോറി, ഐ എം സോറി. ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും അവൻ പേടിച്ചു. ഇനി മേലാൽ ഏതെങ്കിലും പോലീസിനോട് ഇങ്ങനെ സംസാരിച്ചാലുണ്ടല്ലോ, നിന്നെ അടിച്ചടിച്ച് നിന്റെ തോലിരിക്കും ഞാൻ. അത് കഴിഞ്ഞ് നീ ജീവിതകാലം മുഴുവൻ അത് മറക്കുകയില്ല. ഈ നഗരത്തിന്റെ പുറത്തൊരു പ്ലോട്ടിൽ നിന്ന് ഒരു ശവം കിട്ടിയിരുന്നു സാറേ. ഏത് ശവം? എനിക്ക് ഇതിനെപ്പറ്റി ഒരു പിടിയില്ല സാറേ. നിങ്ങൾ എന്താ പറയണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ജയശർമ്മയുടെ ശവം അത്. സാറേ, ഏത് ജയശർമ്മ? എനിക്കാണെങ്കിൽ ആ പേരുള്ള ഒരാളെ അറിയ പോലും ഇല്ല. എനിക്കറിയില്ല സാർ. ഏത് ജയശർമ്മന്നോ? നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത ആ ജയശർമ്മ? അതെ സാർ, അറിയാം. എനിക്കറിയാം സാർ. ഐ മീൻ, എനിക്കറിയായിരുന്നു. കുറെ നാളുകൾ മുമ്പായിരുന്നു സാർ. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ലായിരുന്നു, അതാ സോറി. നിനക്ക് ജയശർമ്മയുമായി ഭൂമി ഇടപാടുണ്ടായിരുന്നില്ലേ? അയാളുടെ വൈഫിന്റെ കൂടെ ആയിരുന്നു. ആ സ്ഥലം അയാളുടെ വൈഫിന്റെ പേരിലായിരുന്നു. അപ്പോൾ അവരായിട്ടായിരുന്നു പ്രശ്നം. അത് ഞാൻ 50,000 രൂപ ഞാൻ വാങ്ങിച്ചിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ആ സ്ഥലം പിടിച്ചു വെക്കില്ലെന്ന്. സാറേ, കുറെ നാളായിട്ട് എനിക്ക് അറിയില്ല അയാൾ എവിടെയാണെന്ന്. നീ അയാളെ കൊന്നിട്ട് ആ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അയാൾ എവിടെയാണെന്ന് അറിയില്ലെന്ന്. സാറേ, ഞാനെന്തിനാ അയാളെ കൊല്ലുന്നേ? അത് എനിക്ക് സ്ഥല ഇടപാടുണ്ടായിരുന്നു അയാളായിട്ട്. പക്ഷേ എനിക്ക് അയാളുടെ സ്ഥലം പിടിച്ചെടുക്കാനായിരുന്നു ആഗ്രഹം. യാദവ്, ഇവന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്ക. എന്നിട്ട് സത്യം പറയുന്നവരെ അടി നിർത്തരുത്. ഓക്കെ സർ. ജയ് ശർമ്മയുടേതെന്ന് സംശയിക്കുന്ന ആ മൃതദേഹം 1.5 വർഷത്തിന് ശേഷമാണ് കണ്ടുകിട്ടിയത്. വീരേന്ദ്രയും ജയ് ശർമ്മയും തമ്മിൽ കുറെ കാലമായി ഭൂമി തർക്കമുണ്ടായിരുന്നു. അതായത് ജയ് ശർമ്മയുടെ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി, അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം. വീരേന്ദ്ര തനിക്ക് 50 ലക്ഷം കിട്ടിയാൽ വിട്ടുകൊടുക്കാമെന്ന് വാക്കുകൊടുത്തിരുന്നു. പക്ഷെ ഭൂമി ഇതുവരെ അതിലൊരു തീരുമാനമുണ്ടായിട്ടില്ല. അതേ ഭൂമിയിൽ നിന്ന് ജയ്യുടെ ശവശരീരം കിട്ടുക, ഇതൊക്കെ എന്താണ് തെളിയിക്കുന്നത്? കൊലപാതകി വീരേന്ദ്ര ആയിരിക്കുമെന്നല്ലേ? ആരായിരുന്നു വീരേന്ദ്രയുടെ ഭാര്യ? പോലീസ് ഉദ്യോഗസ്ഥർ വീരേന്ദ്രയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ജയ് ശർമ്മയുടെ ഭാര്യയുടെ പേരാണ് അനുഷ്ക എന്ന്. പിന്നീട് പോലീസുകാർ വീരേന്ദ്രയിൽ നിന്ന് ജയുടെയും അനുഷ്കയുടെയും ഫോൺ നമ്പർ മേടിച്ച് കോൾ ഡീറ്റെയിൽസ് എന്തുപറ്റി? എന്ന് ഭയങ്കര റൊമാൻസ് ആണല്ലോ. നീ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് റൊമാൻറ്റിക് ആയിക്കൂടെ? എനിക്ക് നിന്നെ എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കാനാ ഇഷ്ടം, അറിയോ? മാത്രമല്ല, നിന്നെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരില്ല. വിട്ടിട്ട് പോയേ പറ്റൂ.
നിങ്ങളെന്താ ഇവിടെ? പിടിച്ചോണ്ട് പോവാനെ. ഞങ്ങളുടെ അടുത്ത് പ്രൂഫുണ്ട് നിങ്ങളെ രണ്ടുപേരും ചേർന്ന ജെയിനെ കൊന്നെന്ന്. ദേ നോക്ക്, മര്യാദയ്ക്ക് സത്യം പറയണം. പറയാൻ. അത് ഞാനും രാഹുലും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോ ജയ് ഒരിക്കൽ ഞങ്ങളെ കണ്ടു. അനുഷ്ക, ജയ്, ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയായിട്ട് കൊഞ്ചിക്കൊഴയല്ലേ? ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ജയ്, 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 വേണ്ട. ജയിക്ക് ഞങ്ങൾ ഒന്നിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചൊരു പ്ലാൻ ചെയ്ത് അനുഷ്കയുടെ പേരിലുണ്ടായിരുന്ന സ്വത്ത് അത് ജയിനോട് പറഞ്ഞ് വീരേന്ദ്രനെ കൊണ്ട് വിൽക്കാൻ തീരുമാനിച്ചേ. അനുഷ്കയും ജയിനോട് ഇക്കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തതാ. സ്വത്ത് ഇവളുടെ പേരിലേക്ക് മാറ്റിയ ഉടനെ ഞങ്ങൾക്ക് ഇവിടുന്ന് ദൂരേക്ക് എവിടെയെങ്കിലും പോവാലോ. ജയ് വീരേന്ദ്രന് പൈസ കൊടുത്തപ്പോ എനിക്കും അനുഷ്കയ്ക്കും തോന്നിയത് ഞങ്ങൾക്ക് ആ പൈസ എടുത്തോണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവാന്നാ. പക്ഷേ ജയ്, അവൻ മാത്രമായിരുന്നു ഞങ്ങളുടെ വഴിയിലെ തടസ്സം. അതുകൊണ്ടാണ് ഞാൻ അവനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞേ. പക്ഷേ വീരേന്ദ്ര ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നം സോൾവ് ചെയ്യാൻ സമ്മതിക്കാഞ്ഞപ്പോ അതേ സ്ഥലത്ത് ഞങ്ങള് ജയ്യെ കൊന്നു കുഴിച്ചിട്ടു. എന്തെങ്കിലും ഡെഡ് ബോഡി കിട്ടിയാലും വീരേന്ദ്രയായിരിക്കും കുടുങ്ങുക. അതിനിടയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. കുറ്റം എത്ര തന്നെ നിങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും നിയമം അത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇനി നിങ്ങൾ രണ്ടുപേരും ജയിലഴികൾ എണ്ണി ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ച് ജീവിക്കേ. അനുഷ്കയും രാഹുലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പാവം ജയ്യെ കൊന്നുകളഞ്ഞു. ഇതെന്തൊരു പ്രണയമാ! ഒരു പ്രണയം ഒരു വ്യക്തിയുടെ മനസ്സിനെ ഇത്രയും അധികം ബാധിക്കുമോ? ഒരാളെ കൊല്ലാനും മാത്രം? ഇതാണോ യഥാർത്ഥ പ്രണയം? ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ നമ്മൾ അനുവദിക്കരുത്. ഒരു ഫുൾ പ്രൂഫ് പ്ലാനുമായി അനുഷ്കയും രാഹുലും ജയ്യെ കൊലപ്പെടുത്തി അയാൾ മിസ്സിംഗ് ആയതിന് കംപ്ലൈന്റ് പോലും കൊടുക്കാതെ വീരേന്ദ്രയെ കൊടുക്കാൻ അവർ പ്ലാൻ ഒരുക്കി. പക്ഷെ അവരൊരു കാര്യം അറിഞ്ഞില്ല, പോലീസിന് കുറ്റവാളിക്ക് അടുത്തെത്താൻ സമയമെടുത്താലും കുറ്റവാളിക്ക് എന്നും രക്ഷപ്പെടാനാവില്ലെന്ന്. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിൽ പുതിയൊരു കഥയോടൊപ്പം. അതുവരെ സുരക്ഷിതരായിരിക്കൂ, സന്തോഷമായിരിക്കൂ. ക്രൈം ചക്ര കണ്ടുകൊണ്ടേയിരിക്കൂ. ജയ് ഹിന്ദ്.